ഇത് കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ശ്രീ ഉടയൻകാവ് മഹാദേവർ നവഗ്രഹ ക്ഷേത്രമാണ്. ഞാൻ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ പെരുമ്പുഴ ഭാഗത്തേക്ക് വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ കുഞ്ഞിനായിട്ടൊരു ശനിയാഴ്ച പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുറ്റും ഉള്ള അതിലെല്ലാം ചിത്രപ്പണികൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫുള്ള് ചുറ്റുമതിൽ ഫുള്ളുണ്ട്. ചുറ്റുമതിലല്ല, ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ തന്നെ. എല്ലാവരെയും ഒന്നും കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. ശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, അതെല്ലാം അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ പേരല്ലാത്ത ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്, ഈ ചിത്രപ്പണികൾക്കകത്ത്. അപ്പോൾ മോളെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ചില ദൈവങ്ങളെയൊന്നും മനസ്സിലായിട്ടില്ല. ഇതിപ്പം മുരുകനാണെന്നാണ് ഞാൻ പറഞ്ഞു. പക്ഷേ തൊട്ടപ്പുറത്ത് വീടിന് ശരിക്കും മുരുകൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാരാന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആരെങ്കിലും അതിനകത്ത്, ഇതൊന്നും എനിക്കറിയില്ല ആരാന്നുള്ളത്. അപ്പം കുറേ ദൈവങ്ങളെ എനിക്ക് അറിയത്തില്ലാത്തതുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല രസമാണ്. ഭിത്തിയിൽ മുഴുവനും ചുറ്റിലും 4 വശവും ഇങ്ങനെ ഓരോരോ ചിത്രപ്പണികളാണ്. നല്ല രസമാണ് കാണാൻ. അത് ഫോട്ടോ പോലെയല്ല ഒട്ടിച്ചേക്കുന്നത്, കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു കൊത്തുപണിയും കൂടെ അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളൂ. അപ്പം കുറച്ച് ഭംഗി, കൂടുതൽ ഭംഗിയുണ്ട് കാണാൻ. നവഗ്രഹങ്ങളും ഉണ്ട് ഇവിടെ. നവഗ്രഹങ്ങളുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി. ഇപ്പുറത്തെ സൈഡിലായിട്ട് നവഗ്രഹങ്ങളും ഉണ്ട്. അകത്ത് ദുർഗാദേവിയും ഗണപതിയും മുരുകനും ഒക്കെ ഉണ്ട്. എൻ്റെ സ്ഥലം കോട്ടയത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കോട്ടയത്താണ് കൂടുതൽ അമ്പലങ്ങളൊക്കെ ഉള്ളതെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് നമ്മളിപ്പം താമസിക്കുന്നതിൻ്റെ അടുത്ത് നോക്കുമ്പം എല്ലാ അമ്പലങ്ങളും ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട്. ശ്രീകൃഷ്ണനുണ്ട്, മുരുകൻ്റെ തന്നെ സുബ്രഹ്മണ്യൻ ക്ഷേത്രം തന്നെ സെപ്പറേറ്റ് ഉണ്ട്. ഭദ്രകാളി അമ്പലങ്ങൾ 2 എണ്ണം ഉണ്ട്. പിന്നെ മുഖത്തല ശ്രീകൃഷ്ണൻ, ഞാൻ ആദ്യം പറഞ്ഞ കൃഷ്ണൻ്റെ അമ്പലം. ഇപ്പോൾ ഈ ശിവന്, നവഗ്രഹങ്ങൾ, ഗണപതി അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ അമ്പലങ്ങളും ഈ ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ, ചുറ്റുവട്ടത്തുള്ള 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട്. അതൊരു ഭയങ്കര എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. കാരണം പൊതുവേ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിലാണ് പോവാറ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ശിവക്ഷേത്രം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്പലം കണ്ടത്. അതിന് കൂടെ നവഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരാളെ ഇങ്ങനെ ഒന്ന് ആശ്രയിക്കുക എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴാണ് ഞാൻ ആ ഒരു സമയത്ത് മാത്രമല്ല, അല്ലാതെ ഒരു പീസ്ഫുൾ മൈൻഡിന് വേണ്ടിയാണ് ഞാൻ അമ്പലങ്ങളിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും അമ്പലങ്ങളുള്ളപ്പോൾ ഒരു സന്തോഷം. അന്ന് ഞാൻ പോയിൻ്റെ അന്ന് തന്നെ ഇവിടെ കഞ്ഞി ഉണ്ടായിരുന്നു, അയ്യപ്പക്കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. 12 മണിയായപ്പോൾ ഞാൻ പോയിട്ട് വീണ്ടും വന്നായിരുന്നു. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നു. നല്ലപോലെ കഴിക്കാനും പറ്റി. കാരണം ഈ വാഴയിലല്ല, നമ്മുടെ പ്ലാവില ഇങ്ങനെ ഇതാക്കിയിട്ട് സ്പൂൺ പോലെ ആക്കി പണ്ടിങ്ങനെ കുഞ്ഞിലയൊക്കെ കോരി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഇത് ഈർക്കിലി കൊണ്ട് കെട്ടി ഇങ്ങനെയുള്ളൊരു പ്ലാവിലയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് കഞ്ഞിയും കറിയൊക്കെ തന്നത്. അതൊക്കെ കോരി ഭയങ്കര ഒരു രസമുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്കും. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. വേറൊരു അറ്റ്മോസ്ഫിയർ. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഫീലുണ്ടായിരുന്നു. ഞാനങ്ങനെ അമ്പലങ്ങളുടെ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊന്നും അല്ല ഇട്ടത്. ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇട്ടതാണ്. ഇതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ക്ഷേത്രം ഞാൻ പറഞ്ഞതും ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ പുറത്തുള്ള ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു സ്റ്റൈലിലുള്ളൊരു അമ്പലമാണ്. ഒത്തിരി വലുതല്ല, എന്നാലും ആ ഒരു നല്ല ഭംഗി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഇതുപോലെ വീഡിയോ എന്തെങ്കിലും വേണം എന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ എടുക്കാം.
അല്ലാതെ ഞാനിങ്ങനെ അമ്പലങ്ങൾ മാത്രം ഇടാനായിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു ഡെയിലി ലൈഫിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു പൊതുവേ ഞാനൊരു മടിച്ചിയാണ്. അതുകൊണ്ട് തന്നെ മടിച്ചി എന്നുള്ളൊരു പേരിട്ടേക്കുന്നത്. മടിച്ചിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ട് അതുവരെ നമ്മൾ. പക്ഷേ അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാറില്ല.